Good morning. Today going to talk about earning price approach. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിന് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന യൂണിറ്റ് 7th യൂണിറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഏണിംഗ് പ്രൈസ് അപ്രോച്ചാണ്. അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച് ഇറ്റ് ഈസ് ദ ഏണിംഗ് പെർ ഷെയർ വിച്ച് ഡിറ്റർമിൻ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ. ഇത് ഏണിംഗ് പെർ ഷെയർ ആണ്. മാർക്കറ്റ് പ്രൈസ് എത്രയാണോ അതിൻ്റെ ബേസിസിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ദിസ് ഈസ് ബേസ്ഡ് ഓൺ ദ അസംപ്ഷൻ ദാറ്റ് ഷെയർ ഹോൾഡേഴ്സ് ക്യാപിറ്റലൈസ് ദ സ്ട്രീം ഓഫ് ഫ്യൂച്ചർ ഏണിംഗ് ഇൻ ഓർഡർ ടു ഇവാലുവേറ്റ് ദെയർ ഷെയർ ഹോൾഡിങ്സ്. അവരവരുടെ ഫ്യൂച്ചർ ഏണിങ്സ് അനലൈസ് ചെയ്യുന്നത് അവരുടെ ഷെയർ എത്ര ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. ഹൻസ് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഷുഡ് ബി റിലേറ്റഡ് ടു ഏണിംഗ് പെർസെൻറ്റേജ്. അത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഏണിംഗ് പെർസെൻറ്റേജ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഇക്വിറ്റി ഷെയർസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈക്വൽ ടു E/NP. എന്ന് പറയുന്നത് ഏണിംഗ് പെർ ഷെയർ. അതായത് മൊത്തം നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് എത്രയുണ്ട്, ടാക്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ ശേഷം പ്രോഫിറ്റ് എത്രയുണ്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർ, എത്ര ഷെയർ ഉണ്ട് അതിന് നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏണിങ്സ് കിട്ടും. ഏണിംഗ് പെർ ഷെയർ ബൈ നെറ്റ് പ്രൊസീഡിങ്സ് ഓഫ് ഇക്വിറ്റി ഷെയർ. അതാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഏണിംഗ് പ്രൈസ് അപ്രോച്ച് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി റിയലൈസ്ഡ് ഈൽഡ് അപ്രോച്ച്. According to this approach, the cost of equity capital should be determined on the basis of return actually realized by the investors. എത്രയാണോ റിയലൈസ് ചെയ്തത് കമ്പനി ഓൺ ദെയർ ഓൺ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എത്രയാണോ റിയലൈസ് ചെയ്തിട്ട് അതിൻ്റെ ബേസിസിൽ അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച് പാസ്റ്റ് റെക്കോർഡ്സ് ഗിവൺ ഇൻ ദ റിഗാർഡിംഗ് ഡിവിഡൻഡ് ആർ ആക്ച്വൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ. പാസ്റ്റ് റെക്കോർഡ്സ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ദിസ് അപ്രോച്ച് ഫെയർലി ഗുഡ് റിസൾട്ട് ഇൻ കേസ് ഓഫ് കമ്പനീസ് വിത്ത് സ്റ്റേബിൾ ഡിവിഡൻഡ് ആൻഡ് ഗ്രോത്ത് റേറ്റ്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗുഡ് റിസൾട്ട് കൊടുക്കാനായിട്ട് പറ്റും. അതായത് ഈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിവിഡൻഡ് കിട്ടിയതിന് ശേഷമല്ല, ഡിവിഡൻഡ് കിട്ടുന്നതിന് മുന്നേ, അതായത് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ മുന്നേ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എത്ര നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റും എന്നുള്ളത് മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പുതിയ ഷെയറൊക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് പുതിയ ഷെയർ ഇത്ര ഡിവിഡൻഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഷെയർ റേസ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ഡിവിഡൻഡ് ഈൽഡ് അപ്രോച്ചൊക്കെ ആ ഒരു പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എത്രമാത്രം നമുക്ക് എമൗണ്ട് കൊടുക്കാൻ പറ്റും, ഡിവിഡൻഡായിട്ട് എത്ര കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് പാസ്റ്റ് എക്സ്പീരിയൻസും കാര്യങ്ങളും വെച്ച് നോക്കിയിട്ട് ആ ഡിവിഡൻഡ് ഈൽഡ് അപ്രോച്ച് വെച്ചിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.